വയനാട്ടിൽ പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. പുൽപ്പള്ളി സുരഭി കവലയിൽ ഇറങ്ങിയ കടുവ ആടിനെ കൊന്നു. പാലമറ്റം സുനിലിന്റെ ആടിനെയാണ് കടുവ പിടികൂടിയത്. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, ആനയുണ്ട്, പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, കടുവയുണ്ട്. പണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ കാട്ടിലെ കാര്യങ്ങളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ വയനാട്ടിൽ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിലൊരു കടുവ ഇറങ്ങി ഒരാടിനെ കൊന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് കടുവ ഇറങ്ങിയത്? ആളുകൾ ആരെങ്കിലും ഈ കടുവയെ കണ്ടോ? വനംവകുപ്പിനെ അറിയിച്ചോ? വനംവകുപ്പ് എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ ഇപ്പോൾ മനുഷ്യ വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം കൂടി വരികയാണ്. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാട്ടിറങ്ങി വരുന്ന ഒരു അവസ്ഥ. അതിനിടയിലാണ് വീണ്ടും ആനയ്ക്കും കടുവയ്ക്കും പുലിക്കുമെല്ലാം പിറകെ കടുവയും വീണ്ടും എത്തിയത്. പുൽപ്പള്ളിയിലാണ് ഇന്നലെ വൈകിട്ട് കടുവ ഇറങ്ങിയത്. പുൽപ്പള്ളി സുരഭിക്കവലയിലെ പാലമറ്റം സുനിൽ എന്നയാളുടെ വീട്ടിലെ പശുവിനെ ഇന്നലെ രാത്രിയോടുകൂടി എത്തിയ കടുവ പിടികൂടുകയായിരുന്നു. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന ഈ ആടിനെ രാവിലെ ഇവർ ഉടമസ്ഥർ അന്വേഷിച്ചപ്പോഴാണ് ഈ ആടിനെ പിടികൂടിയ വിവരം അറിയുന്നത്. ആടിന്റെ പാതി ഭക്ഷിച്ച അവശിഷ്ടം ഇവരുടെ കൃഷിയിടത്തിൽ കടുവ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം കടുവയുടെ കാൽപ്പാടുകൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി. നേരത്തെ, അതായത് ഇന്നലെ വൈകിട്ട് ഈ മേഖലയിലുള്ള പട്ടികളെല്ലാം ഭയങ്കര കുറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ഈ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ കാട്ടുപന്നികളാണ് ഈ മേഖലയിൽ ഇറങ്ങിയതെന്നൊരു നിഗമനത്തിലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയാണ് കടുവ എത്തിയത്. CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ സ്ഥലത്തെത്തി കടുവയുള്ള പ്രദേശം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ശരി, കടുവ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് എത്തി കടുവ എവിടെയാണ് എന്നത് ലൊക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നു. വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നു വയനാട്ടിൽ എന്ന വാർത്തയാണ് ദീപക് നമുക്ക് നൽകിയത്.